السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, ആരാണ് മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? തരിശായി കിടക്കുന്ന മരുഭൂമിയിൽ കടും ചിന്തകളുമായി കഴിയുന്ന അറബികളെ ഇരുട്ടിൽ നിന്നകറ്റി അവരിലുണ്ടായിരുന്ന മൂഢത്തരത്തെയും ദുസ്വഭാവത്തെയും ജാഹിലിയായ സംസ്കാരത്തെയും മാറ്റി അഖിലലോക നേതാക്കളാക്കി വിനയത്തിന്റെ കിടാവിളക്കുമാക്കി സുന്ദരമായ സംസ്കാരത്തിന്റെ ഉജ്ജ്വല പ്രതീകങ്ങളാക്കി മാറ്റിയതിന്റെ മഹത്വം വിശുഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അവകാശപ്പെട്ടതാണ്. Dr. Bernard Shaw പറയുകയാണ്, I like Muhammad's ability. Muhammad was not only prophet but also scientist and society. ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ മാത്രമല്ല, മറിച്ച് ഒരു ശാസ്ത്രജ്ഞനും സാമൂഹിക പരിഷ്കർത്താവും കൂടിയാണ്. നടക്കുന്ന മൃഗങ്ങളെയും പറക്കുന്ന പക്ഷികളെയും ഈയുന്ന ജന്തുക്കളെയും നീന്തുന്ന മത്സ്യങ്ങളെയും വർഗവർണ്ണ ജാതി വ്യത്യാസങ്ങളാക്കി തർക്കിച്ചിരുന്ന ലോക ജനതയെ ഏകോപന സഹോദരങ്ങളാക്കി മാറ്റി കറുത്തവനേക്കാൾ വെളുത്തവനോ അനർബിയേക്കാൾ അറബിക്കോ സ്ഥാനം കൽപ്പിക്കാതെ ഹൃദയശുദ്ധി കൊണ്ട് സൃഷ്ടാവിലേക്ക് അടുക്കുന്നവന്റെ പദം നൽകി ബഹുമാനിച്ച കാരുണ്യത്തിന്റെ അഷ്ടവുമായ വിമോചനത്തിന്റെ പാത തെളിയിച്ച ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാധീനവും സമ്പത്തും ഭരണാധിപത്യവും കിരീടവും മുത്തും മാണിക്കവും എല്ലാം തന്റെ കാലിനടിയിലിരിക്കവേ ചുടാത്ത മണ്ണ് കൊണ്ട് പടുത്തുയർത്തിയ മൺചുമരിന്റെ വീട്ടിൽ ഈത്തപ്പന ഓലകൾ കൊണ്ടുള്ള കൂരക്ക് കീഴിൽ സ്വന്തം കൈകൊണ്ട് വീട്ടുപണി ചെയ്ത് കീറപ്പായ വിരിച്ച ഫാൻ ഇല്ലാതെ AC ഇല്ലാതെ മരുഭൂമിയുടെ മണ്ണിൽ അന്തിയുറങ്ങിയ രാജാക്കന്മാരുടെ രാജനായ ചക്രവർത്തിമാരുടെ ചക്രവർത്തിയായ ഹബീബുനാ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പാൽ കുടിക്കുകയും പാലിൽ കുളിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികളാണ് ഇന്ന് ലോകത്തുള്ളത്. എന്നാൽ നാൽക്കാലികളെ തീറ്റിച്ച് സ്വന്തം കൈകൊണ്ട് പാൽ കറക്കുകയും അങ്ങാടിയിൽ പോയി സാധനം വാങ്ങുകയും വീട്ടുകാരെയും അയൽവാസികളെയും സഹായിച്ച് സ്വന്തം കൈകൊണ്ട് വസ്ത്രം തുന്നിപ്പിടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നേതാവ് ലോകത്ത് ഉണ്ട് എങ്കിൽ അത് ഹബീബുനാ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ വേറൊരാളുമില്ല. നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. ലോകത്തിന് കാരണമായാണ് അല്ലാഹു അങ്ങയെ സംവിധാനിച്ചത്. അതുകൊണ്ട് ലോകത്തിന് കാരണമായി അവതരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്കുള്ളത് ഇത് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതല്ല. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കറിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹിനെ പിടിക്കുമ്പോൾ വേദന തോന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയുണ്ടായി, ഓ നബിയേ, അങ്ങയുടെ റൂഹിനെ പിടിക്കുന്നത് എണ്ണയിൽ നിന്ന് നൂലിനെ വലിച്ചെടുക്കുന്ന പോലെയാണ്. എന്നാൽ അങ്ങയുടെ ഉമ്മത്തിന്റെ റൂഹിനെ പിടിക്കുന്നത് മുള്ളിൽ നിന്ന് ശിലാ വലിച്ചെടുക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ മരണവേദനയിലും ഉമ്മത്തിനെ ഓർത്ത് പൊട്ടിക്കരയുകയും ചെയ്ത ഹബീബുനാ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ പൊന്നാരൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും അനുധാവനം ചെയ്യുകയും വേണം. അതിന് നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Chord letter B.